നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാംഖ്യയോഗത്തിലെ ശ്ലോകം 12 ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, ഞാനും നീയും ഈ യുദ്ധഭൂമിയിൽ കൂടിയിരിക്കുന്ന രാജാക്കന്മാരും ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, എക്കാലത്തും ഉള്ളവരാണ്. ഞാൻ മുമ്പൊരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് നീ വിചാരിക്കേണ്ട, എന്നും ഉണ്ടായിരുന്നു. ഇനിമേൽ നാം എല്ലാവരും ഉണ്ടായിരിക്കുകയില്ല എന്നും വരില്ല, ഇനിമേലിലും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ജീവനുള്ളതിനെല്ലാം പുനർജന്മമുണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല അർജുന. അർജുനന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയും കൂടിയാണ് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞത്. ഭഗവത്ഗീത വെറുതെ പഠിച്ചു പോയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. നമ്മൾ മനനം ചെയ്യണം. ഭഗവാൻ എന്താണോ പറഞ്ഞത് അതു ചിന്തിച്ച് ഉൾക്കൊള്ളണം. മനസ്സിലാക്കിയത് പ്രാവർത്തികമാക്കണം. നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന സൂക്ഷ്മഭാവമായ മനസ്സും ജീവനുമാണ് പുനർജന്മമുള്ളത്. നമ്മളെ നാമായി ഭൗതിക ലോകത്തിൽ ഉയർത്തിക്കാണിക്കുന്ന ഈ സ്ഥൂല ശരീരത്തിനല്ല. ശരീരത്തിന് നാശമുള്ളതാണ്, നശ്വരമാണ്. ദേഹത്തിൽ കുടികൊണ്ടിരിക്കുന്ന മനസ്സിനെ, ജീവനെ, പൊതുവെ ഇവ രണ്ടിനും ചേർത്ത് ദേഹി എന്നാണ് പറയുന്നത്. ആത്മാവ് ഈ ദേഹിക്ക് നാശമില്ല, അനശ്വരമാണ്. അതിനാൽ അർജുന, സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം നശിക്കില്ല. സമയമാകുമ്പോൾ സൂക്ഷ്മ ശരീരം മറ്റൊരു സ്ഥൂല ശരീരത്തെ സ്വീകരിക്കും. ഇത് ചാക്രികമാണ്, കാലത്തിനനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കും. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 13. ദേഹിനഃ അസ്മിൻ യഥാ ദേഹേ ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരഃ തത്ര ന മുഹ്യതി ധീരസ്തത്ര ന മുഹ്യതി. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ദേഹിനഃ, ദേഹിനഃ എന്നാൽ ദേഹാഭിമാനമുള്ള ജീവന്, അസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ, ഈ സ്ഥൂലദേഹത്തിൽ, കൗമാരം ബാല്യം, യൗവനം യൗവനം, ജര വാർദ്ധക്യം, യഥാ എപ്രകാരമോ, തഥാ അപ്രകാരം തന്നെ, ദേഹാന്തരപ്രാപ്തിഃ ദേഹാന്തരപ്രാപ്തിഃ എന്നാൽ അന്യദേഹത്തെ പ്രാപിക്കൽ. തത്ര ഈ അവസ്ഥയിൽ, ഈ വിഷയത്തെപ്പറ്റി മനനം ചെയ്യുന്ന ധീരാഹ ധീമാനായവൻ, ബുദ്ധിയെ ആ സത്യത്തിൽ ഉറപ്പിച്ചു വെച്ചവൻ, ന മുഹ്യതി മോഹത്തെ പ്രാപിക്കുന്നില്ല, തളരുന്നില്ല. ദേഹാഭിമാനമുള്ള ജീവന് ഈ ദേഹത്തിൽ എപ്രകാരമാണ് ബാല്യം, യൗവനം, വാർദ്ധക്യം മുതലായവ ഉണ്ടാകുന്നത്, അതുപോലെ അന്യദേഹപ്രാപ്തിയും ഉണ്ടാകുന്നു. ദേഹമാണ് നശിക്കുന്നത്, ആത്മാവിന് നാശമില്ലാത്തതാകുന്നു. ഇപ്രകാരം അറിയുന്ന ധീരന്മാർ മോഹത്തെ പ്രാപിക്കുന്നില്ല എന്നു സാരം.
മരണാനന്തരം ആത്മസത്ത കാണപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് ആത്മാവ് നിത്യനാണെന്ന് എങ്ങനെ വിശ്വസിക്കും എന്ന് ശങ്കിക്കുന്ന അർജുനനോട് പ്രത്യക്ഷം, അനുമാനം എന്ന രണ്ടു പ്രമാണങ്ങളാലും ആത്മാവിൻ്റെ നിത്യത്വത്തെ അറിയേണ്ടതാണെന്ന് പറയുന്നു. നോക്കൂ, നമ്മുടേതെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ശരീരം, അതിനൊരു ശൈശവ അവസ്ഥയുണ്ടായിരുന്നു. നാവു തിരിയുന്നത് മുതൽ നമ്മൾ അച്ഛ, അമ്മേ എന്നൊക്കെ വിളിക്കുന്നതിനൊപ്പം ഞാൻ പിന്നെ ഞാനെന്നും പറഞ്ഞു തുടങ്ങി. ആ ശൈശവം വിട്ട് ബാല്യ അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ശരീരത്തിൻ്റെ ആ മാറ്റം കണ്ട് അച്ഛനമ്മമാർ എൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ ശൈശവം പോയേ എന്നോർത്ത് ദുഃഖിക്കുകയോ കരയുകയോ ചെയ്യാറുണ്ടോ? ഇല്ല. ശൈശവത്തിൽ കോടിക്കണക്കിന് വരുന്ന ശരീരകോശങ്ങൾ നശിച്ചിട്ടാണ് ബാല്യത്തിലെ ശരീരമുണ്ടായിരിക്കുന്നത്. പിന്നെ ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുന്നു. ബാല്യ അവസ്ഥയിലെ ശരീരത്തിന് മാറ്റം വന്ന് യൗവനത്തിലെത്തുമ്പോൾ ദുഃഖിക്കാറുണ്ടോ? അതും ഇല്ല. ഈ യൗവനത്തെ കളഞ്ഞാണ് പിന്നീട് ജരാ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും നമ്മുടെ പോയ കാലത്തെക്കുറിച്ച് ശരീരം ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഈ ശൈശവ, ബാല്യ, യൗവന, വാർദ്ധക്യ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ മാറ്റമില്ലാതെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഒന്നുണ്ട്. എന്നെ ഞാനെന്ന ചിന്ത തന്നുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സും ജീവനും. ശരീരം ഏതവസ്ഥയിൽ എത്തിയാലും മനസ്സിനും ജീവനും ഒരു മാറ്റവും വരുന്നില്ല. മനസ്സിനും ജീവനും ദേഹി എന്നാണ് പറയുന്നത്. ദേഹിക്ക് നാശമില്ലാതെ ശരീരത്തിൽ നിലനിൽക്കുന്നു. ഇനി വാർദ്ധക്യം കഴിഞ്ഞാലോ ഈ ശരീരം നശിച്ചു പോകുന്നു. അപ്പോഴും ഈ ദേഹി, ആത്മാവ് നശിച്ച ശരീരം വിട്ട് മറ്റൊരു ദേഹത്തെ പ്രാപിക്കുന്നു. ജനനം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ജനനം എന്നിങ്ങനെ ചാക്രികമായി ഈ ശൃംഖല തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ശരീരം പിന്നിടുന്ന ബാല്യ, ശൈശവാദി, കൗമാര, യൗവന, വാർദ്ധക്യ, മരണം കഴിഞ്ഞാൽ അടുത്തത് ജനനമാണ്. അത് ചാക്രികമാണ്. ഒരു മനുഷ്യ ശരീരം 6 അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ജനിക്കുക, നിലനിർത്തുക, വളരുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക, പിന്നെ അടുത്തത് ജനിക്കുക എന്ന പ്രക്രിയയാണ്. ഒരു ദേഹം ഇല്ലാതാകുമ്പോൾ നാം ദുഃഖിക്കേണ്ടതില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? ശൈശവം മാറി ബാല്യദശയിലെത്തുമ്പോൾ ഞാൻ മരിച്ചെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതുപോലെ ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എത്തുമ്പോൾ ഞാൻ മരിച്ചുപോയി എന്നാരും ചിന്തിക്കാറില്ല. ഒരു ദേഹം ജനിച്ച് വീഴുമ്പോൾ അതിനെ വളർത്തി വലുതാക്കി സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുമ്പോൾ ജരബാധിച്ചോ അകാലത്തിലോ നശിച്ചു പോകുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ 3 അവസ്ഥകളിലൊന്നായ സ്ഥൂല ശരീരത്തിനു മാത്രമേ നാശം വരുന്നുള്ളൂ. പിന്നീടുള്ള സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനും നാശമുണ്ടാകുന്നില്ല. അന്ധക്കരണമാണ് ഓരോ മനുഷ്യരിലും കുടികൊള്ളുന്ന അന്ധക്കരണമാണ് കാരണശരീരമെന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തിന് ഹേതുവായ അതിഗൂഢമായതാണ് കാരണശരീരം. അത് നമുക്ക് പരീക്ഷണശാലയിലെന്നതുപോലെ തെളിയിക്കുവാൻ പറ്റില്ല. അതു നമ്മുടെ നിത്യജീവിതത്തിലും നടക്കുന്ന ചില സംഭവങ്ങളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കേണ്ടതാണ്. അത് എന്താണെന്ന് വെച്ചാൽ,
അമ്മ ഒരു കുട്ടിയെ അടിച്ചു. അവന് വേദനയുണ്ടായി. എത്രമാത്രം വേദനയുണ്ടായെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. വേദനയുടെ അനുഭവമുള്ളവന് അതിൻ്റെ ആഴം മാത്രമേ പറയാൻ കഴിയൂ. അതുപോലെ ഞാൻ അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചു അല്ലെങ്കിൽ സ്നേഹിച്ചു. ഈ സ്നേഹത്തിൻ്റെ അളവ് രേഖപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. അതുപോലെയാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെയും കാരണ ശരീരത്തിൻ്റെയും നിലനിൽപ്പ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇങ്ങനെയാണ് സ്ഥൂല ശരീരത്തിൻ്റെയും കാരണ ശരീരത്തിൻ്റെയും നിലനിൽപ്പ് എന്ന് നമ്മൾ അറിയേണ്ടത്. വേദനയും സ്നേഹവും സത്യമാണ്, അനുഭവമാണ്. അതുപോലെ മനസ്സും ജീവനും സത്യമാണ്, അതും അനുഭവമാണ്. ഈ മനസ്സും ജീവനുമാണ് ദേഹി അല്ലെങ്കിൽ ആത്മാവ്. അത് സത്യമാണ്, നശിക്കാത്തതാണ്. ദേഹം നശിക്കുമ്പോൾ ദേഹി ആത്മാവ് ആ ദേഹം വിട്ടുപോകുന്നു. അതുകൊണ്ട് അർജുന, ശരീരത്തിനുണ്ടാകുന്ന ബാല്യാദി യൗവന ജരകൾ കണ്ട് ധീരന്മാർ ദുഃഖിക്കില്ല. ആത്മാവിന് ദേഹാന്തര പ്രാപ്തിയുണ്ടെന്ന് അവർക്ക് അറിയാവുന്നതിനാൽ അവർ ഒന്നിലും മോഹം വയ്ക്കുന്നില്ല, ആഗ്രഹം വയ്ക്കുന്നില്ല. നീ സമചിത്തതയോടെ മനനം ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കൂ. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 14. മാത്ര സ്പർശാഃ തു കൗന്ദേയ, മാത്ര സ്പർശാസ്തു കൗന്ദേയ, ശീത ഉഷ്ണ സുഖ ദുഃഖദാഃ, ശീതോഷ്ണ സുഖ ദുഃഖദാഃ, ആഗമ അപായിനാഃ അനിത്യാഃ, ആഗമപായിനോ അനിത്യാ, താം സ്ഥിതിക്ഷസ്വ ഭാരത, താം സ്ഥിതിക്ഷസ്വ ഭാരത. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, മാത്രാ സ്പർശാഃ തു, മാത്ര ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, സ്പർശാഃ വിഷയമാകുന്ന, മാത്ര സ്പർശാഃ തു ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം എന്നർത്ഥം. ശീതോഷ്ണ സുഖ ദുഃഖദാഃ, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇവയെ ഉണ്ടാക്കുന്നവയും, ആഗമ പായിനാഃ വരികയും പോവുകയും ചെയ്യുന്നു, അനിത്യാഃ നിത്യങ്ങളല്ലാത്തവയാകുന്നു, അതഃ അതുകൊണ്ട്, താൻ ആ ശീതോഷ്ണാദികളെ, ഹേ ഭാരത, അല്ലയോ ഭാരതരാജാവേ, ഭാരതവംശജ, തിതിക്ഷസ്വ സഹിച്ചാലും പരാതി കൂടാതെ അതിനെ അംഗീകരിക്കുക. അല്ലയോ അർജുന, പഞ്ചേന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങളോട് സംബന്ധപ്പെട്ടാൽ ആ സംബന്ധം കൊണ്ട് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായവയുണ്ടാകുന്നു. അവ വന്നുകൊണ്ടും പോയിക്കൊണ്ടുമിരിക്കുന്നവയും നിത്യങ്ങളല്ലാത്തതുമാകുന്നു. അതിനാൽ അല്ലയോ ഭാരത, അവയെ സഹിച്ചാലും തിതിക്ഷസ്വ പരാതികളെ കൂടാതെ സഹിച്ചാലും. പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്നിവ കൊണ്ട് നമുക്ക് അനുഭവപ്പെടാറുള്ള രസങ്ങൾ അതത് വിഷയങ്ങളെ ഉണ്ടാക്കുന്നതാണ്. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. ആ കാഴ്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. ദൂരെയുള്ള വസ്തുക്കൾ നമ്മുടെ വ്യക്തമായ കാഴ്ചയ്ക്ക് അപ്പുറത്താണ്.
അതിനപ്പുറമുള്ളത് കാണുവാനും കഴിയില്ല എന്നു കരുതി അവിടെ വസ്തുക്കൾ ഇല്ലെന്ന് തീരുമാനിക്കപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ വസ്തുക്കൾ ഇല്ലെന്നല്ല തീരുമാനിക്കേണ്ടത്. കാഴ്ചയുടെ മറ്റൊരു തലത്തിലേക്ക് പോയാൽ, കുറച്ച് അടുത്ത അവസ്ഥയിലേക്ക് വന്നാൽ, അതായത് ചെറിയ വസ്തുക്കളിലേക്ക് പോയാൽ, കണ്ണിനു കാണാൻ കഴിയുന്ന ചെറിയ വസ്തുക്കൾക്കും പരിമിതിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. മൈക്രോസ്കോപ്പിൻ്റെ കാഴ്ച പരിധിയിലും പെടാത്ത കണങ്ങളുണ്ട്. അത്തരത്തിൽ അതിസൂക്ഷ്മമാണ് മനസ്സും ജീവനും, കാണാൻ സാധ്യമല്ല. അതുപോലെയാണ് മറ്റ് ഇന്ദ്രിയങ്ങളുടെ അനുഭവവും. ഈ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമാണ് ശീതോഷ്ണ സുഖ ദുഃഖ ആദികൾ. അവ അനിത്യങ്ങളാണ്, വന്നും പൊയ്ക്കൊണ്ടുമിരിക്കും. അതിശക്തമായ ചൂട് വന്നാൽ നമുക്ക് പ്രതിരോധിക്കാൻ മാത്രമേ പറ്റൂ. പ്രതിരോധമാർഗമില്ലെങ്കിൽ സഹിക്കാനേ പറ്റൂ. കാരണം പ്രകൃതി ശക്തി മനുഷ്യൻ്റെയോ മറ്റു ജീവികളുടെയോ നിയന്ത്രണത്തിലല്ല. അതുപോലെ ശീതം, തണുപ്പ് കൊണ്ടുണ്ടാകുന്ന സുഖാദി ദുഃഖങ്ങൾ, അതും പ്രപഞ്ചശക്തിയുടെ വിളയാട്ടം കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു പരിധിവരെ പ്രതിരോധിക്കാമെന്നല്ലാതെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത് സഹിച്ചേ മതിയാവൂ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ, ശക്തമായ മഴ ആദ്യമൊക്കെ നമുക്ക് നല്ല സുഖം തരുമെങ്കിലും നിർത്താതെ പെയ്താലോ നമ്മൾ ശപിക്കാൻ തുടങ്ങും. ഈ നശിച്ച മഴയൊന്ന് നിന്നെങ്കിൽ. പക്ഷേ ഈ നശിച്ചതെന്ന് പറയുന്ന മഴ കൊണ്ട് പ്രയോജനമുള്ള ഒരു കൂട്ടർ മറ്റൊരിടത്തുണ്ട്. കർഷകർ ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഡാം കെട്ടി നിർത്തിയിരിക്കുന്നവർ. എന്തു തന്നെയായാലും പ്രകൃതി ശക്തീഭൂതമായ സുഖോഷ്ണാദികൾ നമുക്ക് തടയാൻ പറ്റില്ല. അത് നമുക്ക് സഹിക്കാനേ പറ്റൂ. അതിനാലാണ് ഭഗവാൻ അർജുനനോട് തിദിക്ഷസ്വ എന്ന് പറഞ്ഞത്. പരാതി കൂടാതെ അതിനെ അംഗീകരിക്കുക, സഹിക്കുക എന്ന് പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ സുഖസമ്മിശ്രമാണ്. അവ വന്നും പോയിക്കൊണ്ടുമിരിക്കും. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമപായിനോ അനിത്യ സ്ഥാം സ്ഥിതിക്ഷസ്വ ഭാരത. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 15. യം ഹി ന വ്യദയന്തി തേ യം ഹി ന വ്യദയന്തി തേ വ്യദയന്ത്യേതേ പുരുഷം പുരുഷർഭ പുരുഷം പുരുഷർഭ സമദുഃഖസുഖം ധീരം സമദുഃഖസുഖം ധീരം സ അമൃതത്വായ കൽപ്പതേ സോ അമൃതത്വായ കൽപ്പതേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഈ ശ്ലോകത്തിൽ പറയുന്ന അന്വയാർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹേ പുരുഷർഭ, അല്ലയോ പുരുഷശ്രേഷ്ഠ, ഏതേ ഇവ, ഈ പറഞ്ഞ സമ സുഖ ദുഃഖം, സുഖദുഃഖങ്ങളെ സമമായി വിചാരിക്കുന്നവനും ധീരം വിവേകിയുമായ യം പുരുഷം, യാതൊരു പുരുഷനെ ന വ്യഥയന്തി, വ്യസനിപ്പിക്കുന്നില്ലയോ, സഹ അവൻ, അമൃതത്വായ മോക്ഷത്തിന് കൽപ്പതേഹി യോഗ്യനാകുന്നു. അല്ലയോ പുരുഷശ്രേഷ്ഠനായ അർജുന, ഇതുകൾ, അതായത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധങ്ങൾ, സുഖദുഃഖങ്ങളെ സമമായി വിചാരിക്കുന്നവനും വിവേകിയുമായ യാതൊരു പുരുഷനെയാണ് വ്യസനിപ്പിക്കാത്തത്. അവൻ മോക്ഷത്തിന് യോഗ്യനാകുന്നു. എപ്പോഴും
ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാത്തവനും പുരുഷന്മാരായ ശ്രേഷ്ഠന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കാൻ അർഹനുമായ അർജുന, ബുദ്ധിയെ വിഷയഗ്രഹണങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ, എല്ലാം വന്നും പൊയ്ക്കൊണ്ടും ഇരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നവന് മാത്രമേ സുഖദുഃഖങ്ങളിൽ മനസ്സുലയാത്ത സമനിലയിൽ ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് ധീരൻ എന്ന് വിളിക്കുന്നത്. അനുകൂലങ്ങളായും പ്രതികൂലങ്ങളായും വന്നുചേരുന്ന ഇന്ദ്രിയാദി വിഷയങ്ങൾ ഏതൊരുത്തനെ ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് ചലിപ്പിക്കുവാൻ സാധിക്കാതെ വരുന്നുവോ അവൻ, ആ ധീരപുരുഷൻ, ജനന മരണങ്ങളെ അതിക്രമിച്ചും നിത്യമായും ഇരിക്കുന്ന ബ്രഹ്മമായി ഭവിക്കുവാൻ യോഗ്യനാകുന്നു. വിവേകത്തോടെ മനനം ചെയ്ത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഒരുങ്ങുകയാണ് വേണ്ടത് അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു. യം ഹീന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഭ സമദുഃഖസുഖം ധീരം സോഅമൃതത്വായ കൽപ്പതേ. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 16. ന അസതഃ വിദ്യതേ ഭാവഃ നാസതോ വിദ്യതേ ഭാവോ ന അഭാവഃ വിദ്യതേ സതഃ നാഭാവോ വിദ്യതേ സതം ഉഭയോഃ അപി ദൃഷ്ടഃ അന്ധഃ ഉഭയോരപി ദൃഷ്ടോ അന്ധഃ തു അനയോഃ തത്വദർശിഭിഃ സ്ത്വനയോസ്തത്വദർശിഭിഃ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. അസതഃ, അസതഃ ഇല്ലാത്തതിന്, ഭാവഃ ഭാവം, ഭാവഃ ഉണ്ടെന്ന ഭാവം, ന വിദ്യതേ ഇല്ല, ഒരിക്കലും ഇല്ല, സതഃ ഉള്ളതിന്, ഉള്ളതിന്, അഭാവഃ ഇല്ലായ്മ, ന വിദ്യതേ ഇല്ല, സംഭവിക്കുന്നില്ല, ഉള്ളതിന് ഇല്ലായ്മ സംഭവിക്കുന്നില്ല. അനയോഗോ ഉഭയോഹോ അഭി ഈ രണ്ടിൻ്റെയും, അന്തഹതു നിർണയം, രഹസ്യം, തത്വദർശിഭിഃ തത്വത്തെ അറിയുന്നവരാൽ, മഹർഷിമാരാൽ, ദ്രഷ്ടോഹ അറിയപ്പെട്ടിട്ടുണ്ട്, കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്തത് ഉണ്ടെന്ന, ഇല്ലാത്തതിന് ഉണ്ടെന്ന അവസ്ഥയില്ല, ഉള്ളതിന് ഇല്ലായ്മയുമില്ല. ഇവ രണ്ടിൻ്റെയും സൂക്ഷ്മ സ്വഭാവത്തെ അറിയുന്നവരാണ്, അല്ലെങ്കിൽ സൂക്ഷ്മ സ്വഭാവത്തെ അറിയുന്നവരാൽ അറിയപ്പെട്ടിട്ടുണ്ട്. അറിയുന്നവരാണ് ശ്രേഷ്ഠന്മാർ, തത്വദർശികൾ. അസത്തിന്, അതായത് സത്തില്ലാത്തതിന് ഭാവം, അതിൻ്റെ സ്ഥിതി ഇല്ല. അസത്തിന്, അതായത് സത്തില്ലാത്തതിന് ഭാവമില്ല, അതിന് സ്ഥിതിയും ഇല്ല. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടായി വരികയില്ല. സത്തിന്, അതായത് ഉള്ളതിന് അഭാവവും ഇല്ല, അതായത് ഇല്ലായ്മയുമില്ല. ഉള്ളത് ഒരിക്കലും ഇല്ലാതെ പോവുകയില്ല. ഈ രണ്ടു രീതികളുടെയും യാഥാർത്ഥ്യം തത്വദർശികൾ, മഹർഷിമാർ, ദാർശനികന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശബ്ദാദി വിഷയങ്ങളെ ഒട്ടും അറിയാതെ പരമപദമായ ബ്രഹ്മത്തിലെത്താൻ പറ്റുകയില്ലെന്ന് അർജുനനുള്ള അഭിപ്രായത്തെ ഖണ്ഡിപ്പാൻ, സത്തായ ബ്രഹ്മത്തിൻ്റെ നിത്യത്വത്തെയും അസത്തായ ശബ്ദാദി പ്രപഞ്ചത്തിൻ്റെ അനിത്യതയെയും വേർതിരിച്ച് കാട്ടിക്കൊടുക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. ദേഹം
നശ്വരമാണ്, നശിക്കുന്നതാണ്. ദേഹി ആത്മാവ് നശിക്കുന്നതല്ല. ദേഹം ഉണ്മയില്ലാത്തതും ദേഹി ഉണ്മയുള്ളതുമാണ്. ഉണ്മയുള്ളത് നിലനിൽക്കും, ഉണ്മയില്ലാത്തത് നശിക്കും. ഒരു ഉദാഹരണത്തിന്, സ്വർണം എന്നത് നമുക്കറിയാം. സ്വർണത്തിൽ നിന്ന് കമ്മൽ, വള, മാല എന്നിവ ഉണ്ടാക്കുന്നു. എന്നാൽ ഈ സ്വർണത്തിന് നിലനിൽക്കാൻ വള, കമ്മൽ, മാല എന്നിവയുടെ ആവശ്യമില്ല. ഒരു രൂപമാറ്റവും ആവശ്യമില്ല. എന്നാൽ വള, മാല, കമ്മൽ എന്നിവയ്ക്ക് സ്വർണം കൂടിയേ തീരൂ. സ്വർണത്തിന് നിലനിൽക്കാൻ വളയോ കമ്മലോ മാലയോ ആകേണ്ട ആവശ്യമില്ല. എന്നാൽ ആഭരണങ്ങൾക്ക് അതിൻ്റേതായ രൂപത്തിൽ നിലനിൽക്കാൻ സ്വർണം ആവശ്യമാണ്. അപ്പോൾ ഉള്ളതിന് നിലനിൽക്കാൻ മറ്റൊന്നിൻ്റെ ആശ്രയം ആവശ്യമില്ല. എന്നാൽ ഏതിൽ നിന്നെങ്കിലും ഉണ്ടായി നശിക്കുന്ന ഒന്നിന് ആ ഏതിൽ നിന്നുണ്ടായോ അതിൻ്റെ ഒരു ആശ്രയം ഇല്ല എങ്കിൽ ഈ ഉണ്ടായ വസ്തുക്കൾ നശിക്കുന്നതാണ്. കാര്യവും കാരണവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉണ്ടായി മറയുന്നതിന് ഒരു അസ്തിത്വം അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് തത്വദർശികൾ, മഹർഷിമാർ കാണുന്നില്ല. കാരണം ഏത് നിമിഷവും അതില്ലാതെയാവാം. ആത്മാവ് ഇല്ലാതാവുകയില്ല, പക്ഷേ ഈ ശരീരം ഇല്ലാതാവും. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന പലരും നനച്ചിരിക്കാതെ അപ്രത്യക്ഷമാകും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും നാളെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതെല്ലാം ജഡവസ്തുക്കളായി മാറും. ജഡവസ്തുക്കൾക്ക് ഉണ്മയില്ലാത്തതാണ്. അതിനാൽ ഭ്രമിച്ചു പോയാൽ ആ ഭ്രമം നമ്മെ ദുഃഖിപ്പിക്കും. അതേസമയം ഈ ജഡവസ്തുക്കളെ ആശ്രയിക്കാൻ പാടില്ല. ഏത് നിമിഷവും ഇല്ലാതാകുന്നതാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ഈ ദേഹത്തിലുള്ള നമ്മുടെ ആശ്രയത്വം നമുക്ക് മാറ്റാൻ സാധിക്കും. എന്നും ഉള്ള നാശമില്ലാത്ത ആ ചൈതന്യത്തെ മാത്രം ആശ്രയിച്ച് ശീലിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന ദേഹാദികളോടുള്ള ആശ്രയത്തെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി കൊണ്ടുവരിക. ഇതുമാത്രമാണ് ഇതിനൊരു പരിഹാരം. അതിനാലാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്, ഉണ്മയുള്ളത് നിലനിൽക്കും, ഉണ്മയില്ലാത്തത് നിലനിൽക്കില്ല. എടോ അർജുന, നേത്രാദി ബാഹേന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ശബ്ദാദി പ്രപഞ്ചം ജാഗ്രതാവസ്ഥയിൽ ഉള്ളതുപോലെ സ്ഥൂലഭാവത്തിൽ സ്വപ്നാവസ്ഥയിൽ കാണപ്പെടുന്നില്ല. എന്നാൽ സൂക്ഷ്മഭാവത്തിൽ കാണപ്പെടുന്നുമുണ്ട്. സുഷുപ്തി കാലത്തിൽ ലേശവും കാണപ്പെടുന്നില്ല. അതിനാൽ ശബ്ദാദി സഹിതമായി കാണപ്പെടുന്ന ജഗത്ത് സത്യമല്ല, ഉള്ളതാണെന്ന് പറയുവാൻ പാടുള്ളതല്ല. ത്രികാലത്തിലും ഏതൊന്ന് വിളങ്ങുന്നില്ലയോ അതിനെ ഉള്ള വസ്തുവെന്ന് പറയുവാൻ പാടില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളിലും ഉള്ളതും ഇവയുടെ ആവിർഭാവത്തെയും തിരോഭാവത്തെയും അറിയുന്ന വസ്തുവായ ആത്മാവാകട്ടെ എപ്പോഴും ഉള്ളതാണ്, ഒരു കാലത്തും ഇല്ലാതെയാകുന്നില്ല. ഇതാണ് സത്തിൻ്റെയും അസത്തിൻ്റെയും ശരിയായ ലക്ഷണം. ഈ നിശ്ചയം അനുസരിച്ച് ശബ്ദാദി സഹിത പ്രപഞ്ചം സത്യമല്ലെന്ന് കണ്ടുകൊള്ളണം. സത്യമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. ബുദ്ധിവൃത്തി കൊണ്ടുള്ള ഈ കാഴ്ചയാണ് ശരിയായ ജ്ഞാനം. ഈ സത്യജ്ഞാനത്താൽ അസത്യമായ പ്രപഞ്ച പ്രീതിയുടെ ബാധയിൽ ഉൾപ്പെടാതിരിക്കേണ്ടതാണ് ആവശ്യം. അപ്പോൾ പ്രപഞ്ച വിസ്മൃതിയും ബ്രഹ്മാനുസന്ധാനവും സാധിക്കും. നാസോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരഭിദൃഷ്ടോ വന്ദ സ്ത്വനയോസ്തത്വദർശിഭിഃ.